സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ പാസ്സായതിൽ ആർക്കാണ് നേട്ടം? തീർച്ചയായും ട്രംപിന് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു വലിയ തിരിച്ചടി ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് നെതന്യാഹുവിൻ്റെ പലസ്തീൻ നിലപാടിന് ഏറ്റ തിരിച്ചടിയാണ്. പലസ്തീനെക്കുറിച്ചുള്ള നെതന്യാഹുവിൻ്റെ നിലപാടിനെ അമേരിക്കയ്ക്ക് തന്നെ തള്ളിപ്പറയേണ്ട സാഹചര്യം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല, പലസ്തീൻ രാഷ്ട്ര രൂപീകരണം എന്ന കാര്യവും പ്രമേയത്തിൽ പറയുന്നു. ആ നിലയ്ക്ക് ട്രംപിനും ഈ പ്രമേയം പരോക്ഷമായി തിരിച്ചടി തന്നെയാണ്. നെതന്യാഹുവിനെ കുഴപ്പത്തിലാക്കുന്ന നിലപാട് അമേരിക്കയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ഈ നിലപാടിലേക്ക് അമേരിക്കയെ തള്ളിവിട്ടത് റഷ്യയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു. റഷ്യയുടെ നീക്കത്തിന് പിന്നിൽ ഇറാന്റെ സ്വാധീനമാണ് എന്നൊരു വേർഷൻ കൂടി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് തന്ത്രമാണ് റഷ്യ സുരക്ഷാ കൗൺസിലിൽ ഇതിനു വേണ്ടി പ്രയോഗിച്ചത്? അത് എങ്ങനെയാണ് നെതന്യാഹുവിനും ട്രംപിനും തിരിച്ചടിയായത്? റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് കൊണ്ടാണ് പ്രമേയം പാസ്സായത്. ആ വിട്ടുനിൽക്കൽ ഏത് സാഹചര്യത്തിലാണ്? സുരക്ഷാ കൗൺസിലിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. അത് എങ്ങനെയാണ് ഗാസയ്ക്ക് പലസ്തീൻ രാഷ്ട്രത്തിന് നിർണായകമാകുന്നത് എന്നുള്ള കാര്യവും പരിശോധിക്കാം. ആദ്യം എന്തായിരുന്നു അമേരിക്കൻ പ്രമേയമെന്നും അത് എങ്ങനെയാണ് ഇസ്രയേലിന് തിരിച്ചടിയായതെന്നും നോക്കാം. അതിനുശേഷം അമേരിക്കയ്ക്ക് റഷ്യ ഉണ്ടാക്കിയ കുരുക്ക് എന്താണെന്ന് പരിശോധിക്കാം. ഗാസയിലെ ഇടക്കാല ഭരണത്തിന് ബോർഡ് ഓഫ് പീസ്, ഗാസയുടെ സുരക്ഷയും അതിർത്തി നിയന്ത്രണവും അടക്കമുള്ള വിശാലമായ അധികാരമുള്ള അന്താരാഷ്ട്ര സ്ഥിരതാ സേന, പിന്നെ ഏറ്റവും സുപ്രധാനമായത് പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ചുള്ള പരാമർശം. ഇതെല്ലാം അടങ്ങിയതായിരുന്നു അമേരിക്കയുടെ പ്രമേയം. പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഇസ്രയേലിന് തിരിച്ചടിയും നെതന്യാഹുവിന് ആഭ്യന്തരമായ കുരുക്കുമായി മാറിയത്. പലസ്തീന് സ്വയം നിർണയത്തിനും രാഷ്ട്ര സ്ഥാപനത്തിനുമുള്ള ഒരു വിശ്വസനീയമായ പാത സൃഷ്ടിക്കുമെന്നാണ് അമേരിക്കൻ പ്രമേയത്തിൽ പറയുന്നത്. ഒറ്റ വരിയിലാണ് പ്രമേയത്തിൽ ഇക്കാര്യം പറയുന്നത്. അതായത് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പലസ്തീൻ രാഷ്ട്രം എന്നത് നെതന്യാഹു അംഗീകരിക്കാത്ത കാര്യമാണ്. ജോർദാൻ നദിയുടെ തീരത്ത് പലസ്തീൻ രാഷ്ട്രം വരുന്നത് അംഗീകരിക്കില്ല എന്നാണ് നെതന്യാഹു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായ അമേരിക്കയുടെ പ്രമേയത്തിൽ പലസ്തീൻ രാഷ്ട്രം എന്ന പരാമർശമുണ്ടായത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാണ്. ഇതിന് പിന്നാലെ ഇസ്രയേൽ മന്ത്രിസഭയിലെ തീവ്ര ജൂതപക്ഷ അംഗങ്ങളെല്ലാം പ്രശ്നമുണ്ടാക്കി. ചിലർ രാജ്യഭീഷണി മുഴക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പലസ്തീൻ രാഷ്ട്ര പദവിയെക്കുറിച്ചുള്ള പരാമർശം UN അംഗീകരിച്ചാൽ പലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വധിക്കണമെന്ന് ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ കൊലവിളി നടത്തുകയും ചെയ്തു. തുടർന്ന് പലസ്തീൻ വിഷയത്തിൽ തൻ്റെ നിലപാടിൽ നിന്ന് താൻ പിന്നോട്ട് പോയിട്ടില്ല എന്ന് നെതന്യാഹുവിന് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ടി വന്നു. മാത്രമല്ല, പ്രമേയത്തിൽ നിന്ന് പലസ്തീൻ രാഷ്ട്രമെന്ന പരാമർശം ഒഴിവാക്കാൻ നെതന്യാഹു വോട്ടെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ ട്രംപിനുമേൽ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ നടന്നില്ല. പലസ്തീൻ രാഷ്ട്രം സംബന്ധിച്ച നിരവധി പ്രമേയങ്ങളെ ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ ചെയ്ത് തോൽപ്പിച്ച അമേരിക്കയ്ക്ക് ഇത്തവണ പലസ്തീൻ രാഷ്ട്രമെന്ന പരാമർശം തങ്ങളുടെ പ്രമേയത്തിൽ നിന്ന് മാറ്റാൻ കഴിയുമായിരുന്നില്ല. കാരണം അത്ര വലിയ കുരുക്കാണ് അമേരിക്കയ്ക്ക് മേൽ റഷ്യ വരിഞ്ഞു മുറുക്കിയത്. ഇനി എന്താണ് സുരക്ഷാ കൗൺസിലിൽ അമേരിക്കയെ ഞെട്ടിച്ച റഷ്യയുടെ ആ കുരുക്കെന്ന് പറയാം. അത് ഗാസയെ സംബന്ധിച്ച ഒരു ബദൽ പ്രമേയമായിരുന്നു. കൃത്യമായ പോയിന്റുകൾ പറയുന്ന പ്രമേയം. എന്തൊക്കെയായിരുന്നു ആ പോയിന്റുകൾ? ഒന്നാമത്തെ പോയിന്റ്, പലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം തന്നെ വേണം. രണ്ടാമത്തെ കാര്യം, ഗാസയുടെ ഭരണത്തിൽ ബോർഡ് ഓഫ് പീസ്, അതായത് അന്താരാഷ്ട്ര ഭരണസമിതി വേണ്ട. മൂന്നാമത്തെ കാര്യം, അന്താരാഷ്ട്ര സ്ഥിരതാ സേന നിയന്ത്രിക്കേണ്ടത് അമേരിക്കയല്ല, ഐക്യരാഷ്ട്രസഭ ആയിരിക്കണം. ഇതാണ് റഷ്യ മുന്നോട്ട് വെച്ച പ്രമേയത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് കൂടുതൽ ശക്തമായ ഭാഷയിലുള്ള പ്രമേയമാണ് റഷ്യ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കിക്കാണാം. അമേരിക്കൻ പ്രമേയം പലസ്തീൻ താല്പര്യങ്ങൾ വേണ്ടത്ര സംരക്ഷിക്കുന്നില്ല എന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു റഷ്യയുടെ ലക്ഷ്യം. അതിലവർ വിജയിച്ചു. റഷ്യ ബദൽ പ്രമേയവുമായി രംഗത്ത് വന്നതോടെ ചൈന അതിനെ പിന്തുണച്ചു. റഷ്യ പ്രമേയം കൊണ്ടുവന്നതോടെ മറ്റ് നിരവധി രാജ്യങ്ങൾ അമേരിക്കൻ പ്രമേയത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നു, ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിൽ അറബ് മുസ്ലിം രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഗാസ ഭരണത്തിൽ പലസ്തീൻ അതോറിറ്റിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. വീറ്റോ അധികാരമുള്ള ചൈനയും റഷ്യയും അമേരിക്കൻ പ്രമേയത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നതോടെ ഗാസ പ്രമേയം വോട്ടെടുപ്പിൽ പരാജയപ്പെടും എന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ടായി. ഇത് ട്രംപിന് വലിയ നാണക്കേടാകുമെന്ന സന്ദേശം വൈറ്റ് ഹൗസിൽ നിന്ന് വന്നു. ഇതോടെയാണ്
അമേരിക്കൻ പ്രതിനിധികൾ ചില നയതന്ത്ര ചർച്ചകളിലേക്ക് കടന്നത്. പ്രമേയവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സഖ്യകക്ഷികളായ മുസ്ലിം രാജ്യങ്ങൾക്ക് ഉണ്ടായ എതിർപ്പ് തീർക്കാനാണ് അമേരിക്കൻ നയതന്ത്രജ്ഞർ പ്രധാനമായും ശ്രമിച്ചത്. അതിനിടയ്ക്ക് അമേരിക്കൻ പ്രമേയത്തെ വീറ്റോ ചെയ്യാനുള്ള സാധ്യത നിലനിർത്തി റഷ്യയും ചൈനയും സമ്മർദ്ദം കൂട്ടി. ഇതോടെ അമേരിക്ക അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ പ്രമേയത്തിൽ പലസ്തീൻ അനുകൂല പരാമർശങ്ങൾ ഉൾപ്പെടുത്തി. അന്താരാഷ്ട്ര സ്ഥിരതാ സേന രൂപീകരിക്കാൻ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണ ട്രംപിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ റഷ്യ ബദൽ പ്രമേയം അവതരിപ്പിച്ചതിന് പിന്നാലെ ആദ്യ കരടിൽ മാറ്റം വരുത്തി അമേരിക്ക പുതിയ കരട് കൊണ്ടുവന്നു. അതായത് അമേരിക്ക റഷ്യ വിരിച്ച വലയിൽ കൃത്യമായി വീണു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. എന്നാൽ റഷ്യ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ അമേരിക്ക തയ്യാറായതുമില്ല. റഷ്യയുടെ ലക്ഷ്യം അമേരിക്കൻ പ്രമേയത്തിൽ പലസ്തീൻ രാഷ്ട്രം എന്ന പരാമർശം വരണം എന്നത് തന്നെയായിരുന്നു. അതവർ നേടിയെടുത്തു. വാശിയേറിയ ചർച്ചകൾ റഷ്യയുടെയും അമേരിക്കയുടെയും പ്രമേയത്തിന്മേൽ നടന്നു. ചേരി തിരിഞ്ഞ് തന്നെ ചർച്ച നടന്നു. പക്ഷെ ഒടുവിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് റഷ്യയും ചൈനയും അമേരിക്കൻ പ്രമേയം പാസ്സാകാൻ പരോക്ഷമായി വഴിയൊരുക്കി. പലസ്തീൻ വിഷയത്തിൽ തങ്ങൾ കൂടുതൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കാൻ റഷ്യയ്ക്ക് സുരക്ഷാ കൗൺസിലിലെ ഈ നീക്കങ്ങളിലൂടെ സാധിച്ചു. ഇത് മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ റഷ്യയെയും ചൈനയെയും സഹായിക്കും. എന്തായാലും പലസ്തീൻ പരാമർശമടങ്ങിയ അമേരിക്കൻ പ്രമേയം പാസ്സായത് ഇസ്രയേലിന് കനത്ത നയതന്ത്ര തിരിച്ചടി തന്നെയാണ്. ഇതിന് ഇസ്രയേലിലെ തീവ്ര ജൂതപക്ഷത്തോട് നെതന്യാഹുവിന് മറുപടി പറയേണ്ടി വരും. 1990കളുടെ തുടക്കം മുതൽ ഇസ്രയേലും അമേരിക്കയും ഔദ്യോഗികമായി ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നയം അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിലെ നിലവിലെ തീവ്ര വലതുപക്ഷ സഖ്യവും ട്രംപ് ഭരണകൂടവും അധികാരത്തിൽ വന്നതോടെ ആ നയം ഫലത്തിൽ ഉപേക്ഷിച്ചിരുന്നു. അവരങ്ങനെ ഉപേക്ഷിച്ച നയമാണ് അമേരിക്കയുടെ തന്നെ പ്രമേയത്തിലൂടെ UN-ൽ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. UN രക്ഷാസമിതി പ്രമേയം അംഗീകരിച്ചതോടെ പലസ്തീൻ രാഷ്ട്രമെന്ന ആശയം അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഭാഗമായി വീണ്ടും ഉറപ്പിക്കപ്പെട്ടു എന്നും നമുക്ക് വിലയിരുത്താം. അത് ട്രംപിനും നെതന്യാഹുവിനും ഒരുപോലെ തിരിച്ചടിയാണ്. ഇസ്രയേലിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അമേരിക്ക ഈ പരാമർശം നിലനിർത്തിയത് ഇസ്രയേലിന്മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിനോട് വരും ദിവസങ്ങളിൽ നെതന്യാഹു എങ്ങനെ പ്രതികരിക്കും എന്നതും നമ്മൾ കാത്തിരുന്ന് കാണണം. അതേസമയം പലസ്തീൻ അതോറിറ്റിയും ഹമാസും ഈ അമേരിക്കയുടെ പ്രമേയത്തെക്കുറിച്ച് വ്യത്യസ്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. അമേരിക്കൻ പ്രമേയം പാസ്സായതിനെ പലസ്തീൻ അതോറിറ്റി പ്രശംസിച്ചു. ഗാസയിൽ സമാധാനവും പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സ്വയം നിർണയ അവകാശവും പ്രമേയത്തിൽ സ്ഥിരീകരിക്കുന്നത് വളരെ ഗുണകരമായ കാര്യമാണ് എന്നാണ് പലസ്തീൻ അതോറിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപുമായും UN-ഉമായും അതോറിറ്റി സഹകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം ഹമാസ് പ്രമേയത്തെ എതിർത്തുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രമേയം പലസ്തീൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എന്നാണ് ഹമാസിൻ്റെ നിലപാട്. ഗാസയിലെ പ്രതിരോധ ഗ്രൂപ്പുകളെ നിരായുധീകരിക്കാൻ അന്താരാഷ്ട്ര സേന വരുന്നത് ആ സേനയുടെ നിഷ്പക്ഷത ഇല്ലാതാക്കും എന്നാണ് ഹമാസ് പറയുന്നത്. അതോടെ അന്താരാഷ്ട്ര സേന തന്നെ അധിനിവേശത്തിൻ്റെ ഭാഗമാകും എന്നും ഹമാസ് ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും അമേരിക്കൻ പ്രമേയം പാസ്സായതോടെ ഗാസയിലേക്കുള്ള സ്ഥിരതാ സേനാ അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് സൂചന. മാത്രമല്ല ബോർഡ് ഓഫ് പീസിൻ്റെ കാര്യത്തിലും അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്ഥിരതാ സേന റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിൻ്റെയും ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിൻ്റെയും നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസിനെ ആയിരിക്കും. UN-നോട് ഇവർ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. സ്ഥിരതാ സേനയിൽ തുർക്കിയെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തുർക്കി വേണ്ടെന്ന നിലപാടിലാണ് ഇസ്രയേൽ ഉള്ളത്. എന്നാൽ ട്രംപിന് തുർക്കിയെ സേനയുടെ ഭാഗമാക്കണമെന്നാണ് ആഗ്രഹം. കാരണം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സമാധാന കരാറിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് തുർക്കിയാണ്. അതേസമയം തുർക്കിക്ക് പകരം പാകിസ്ഥാൻ സ്ഥിരതാ സേനയിൽ എത്തണമെന്നാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത്. അവർ ഇക്കാര്യം അമേരിക്കയോടും ഈജിപ്തിനോടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തർക്കങ്ങളിലെല്ലാം ഉടൻ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഈ പ്രമേയം പാസ്സായതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.